നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ഇന്ത്യയുടെ ചാര ഡ്രോൺ വെടിവെച്ചിട്ടെന്ന് പാക് സൈന്യം. അതിർത്തികളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഇന്ത്യ. ഭീകരർക്കായുള്ള തെരച്ചിലും ശക്തമാക്കി. വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്നും ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, വീണ്ടും പ്രകോപനം തുടരുകയാണല്ലോ പാകിസ്ഥാൻ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സോന, അതിർത്തിയിൽ കനത്ത ഷെല്ലിംഗാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. യന്ത്രത്തോക്ക് ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുയർത്തിയത്. അതേപോലെ തന്നെ പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇന്ത്യയുടെ POKയിൽ അതിർത്തി കടന്നെത്തിയ ഇന്ത്യയുടെ ചാര വിമാനം, ആളില്ലാ വിമാനം കമീസ് ഡോറൻ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ ആർമി ഇന്നലെ രാത്രിയോടെ അവരുടെ ഔദ്യോഗിക ടെലിവിഷനോടെ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ POKയിൽ പാകിസ്ഥാൻ ആർമി വ്യാപകമായി പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. കാരണം അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ്, ജനങ്ങളെ ഒഴിപ്പിക്കാനാണ് പാകിസ്ഥാൻ ആർമി നടത്തുന്നത്. ഏതായാലും ഒരു യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും പാകിസ്ഥാൻ നടത്തി കഴിഞ്ഞു എന്ന് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ യാതൊരു പ്രകോപനമില്ലാതെ വെടിവെപ്പ് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തിരിച്ചടിക്കുന്നുണ്ട്. POKയിൽ ആളപായമുണ്ടോ എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇന്ത്യയുടെ ആളില്ലാ വിമാനം, അതായത് ഡ്രോൺ വെടിവെച്ചിട്ടത് ഇന്ത്യൻ സൈന്യം ഇതുവരെ സ്ഥിരീകരിച്ചില്ല. എന്നാൽ പാകിസ്ഥാൻ ദേശീയ ടെലിവിഷനിലൂടെയാണ് പാകിസ്ഥാൻ ആർമി ഇക്കാര്യം വ്യക്തമാക്കിയത്. കാരണം ഇന്ത്യയുടെ നിരീക്ഷണ വിമാനങ്ങൾ POKയിലേക്ക് കടന്നു കയറുന്നു. ഒരു കാരണവശാലും തങ്ങളുടെ വ്യോമവാർത്ത ലംഘിക്കുന്ന എല്ലാ വസ്തുക്കളെയും തങ്ങൾ വെടിവെച്ചിടും എന്നാണ് പാകിസ്ഥാൻ ആർമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ നിയന്ത്രണ രേഖയിൽ 3 സ്ഥലത്താണ് ഇന്നലെ രാത്രി യന്ത്രത്തോക്ക് ഉപയോഗിച്ച് ഇന്ത്യയിലെ BSF പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിവെച്ചത്. അതുപോലെ തന്നെ സുരക്ഷാ സൈനികർ ഇന്നും തെരച്ചിൽ നടത്തുകയാണ്. സൗത്ത് കാശ്മീരിലെ വിവിധ മേഖലകളിൽ 12ഓളം മേഖലകളിൽ ഇപ്പോൾ ഇന്ന് രാവിലെ 5 മണി തൊട്ട് തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ പൽഗാമിന് തൊട്ടടുത്തുള്ള പിർപ്പിക്കഞ്ച് മലനിരകൾ വരെ പൂർണ്ണ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇന്നത്തോടുകൂടി ഈ 4 തീവ്രവാദികളെയും ന്യൂട്രലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ജീവനോടെ പിടിക്കാൻ കഴിയുമെന്നാണ് സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം. തൊട്ടടുത്തുണ്ട് തീവ്രവാദികൾ എന്ന് തന്നെയാണ് സൈന്യം അവകാശപ്പെടുന്നത്. ഏതായാലും ഇന്ന് നടക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കും. ഏത് രീതിയിലാണ് പാകിസ്ഥാനെതിരെ ഏത് രീതിയിൽ നടപടി എടുക്കണം എന്ന രീതിയിലുള്ള കേന്ദ്ര ക്യാബിനറ്റ് യോഗമാണ് ആദ്യം പഹൽഗാം ആക്രമണത്തിന് ശേഷം ആദ്യമായി നടക്കുന്ന ഒരു കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഇന്ന്. അതുപോലെ തന്നെ ഇന്നലെ ജമ്മു കാശ്മീർ മന്ത്രിസഭയുടെ അടിയന്തര യോഗം ചേർന്നിരുന്നു. അതനുസരിച്ച് ശ്രീനഗറിലടക്കമുള്ള ആശുപത്രികളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താനും അതുപോലെ തന്നെ പുതിയ അത്യാഹിത വിഭാഗങ്ങൾ തുടക്കാനും അതുപോലെ തന്നെ കൂടുതൽ അഡ്മിഷൻ ആശുപത്രിയിൽ പുതുതായ അഡ്മിഷൻ റദ്ദാക്കണമെന്നുള്ള നിർദ്ദേശവും ജമ്മു കാശ്മീർ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ശ്രീനഗറിലുള്ളത്. ശ്രീനഗർ പൂർണ്ണമായും സുരക്ഷാ സേനയുടെ കയ്യിലാണ്. സോന. ശരി, ശരത് ലാലാണ് ശ്രീനഗറിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.